കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയാവുമ്പോൾ സുഭാഷിനെ വിളിച്ച ജ്യോതിയോട് അടുക്കളക്കാര്യവും പാചകക്കാര്യവും ഒക്കെയാണ് സുഭാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ജ്യോതിക്കാകെ ബോറടിക്കുന്നുണ്ട്. സുഭാഷിന്റെ സംസാരം ഒളിഞ്ഞു കേൾക്കാൻ പോയ നികേഷ് തിരിച്ചു വന്ന് അവരുടെ അടുത്ത് തന്നെ ഇരുന്ന്, ഇത് ശരിയാവില്ല ഏട്ടാ, എന്തായാലും ശരിയാവില്ല. രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ചോറും കറികളും ഉണ്ടാക്കുന്നു, വൈകുന്നേരം അത് ചൂടാക്കി കഴിക്കുന്നു, പിന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നു. ഇതൊക്കെയാ സംസാരം എന്ന് നികേഷ് പറയുമ്പോൾ, അയ്യയ്യേ, ഇതൊക്കെയാണോ സംസാരം? കുക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ വളവളാന്നടിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. മതി മതി, സുഭാഷ് ഏട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ സംസാരിക്കട്ടെ. ഇനി കല്യാണം കഴിഞ്ഞാലും സുഭാഷ് ഏട്ടൻ ഇങ്ങനെ തന്നെയാണെന്ന് അറിയേണ്ടതല്ലേ. ഇപ്പോഴേ അതുപോലെ തന്നെ സംസാരിക്കട്ടെ എന്ന് നിധി പറയുമ്പോൾ, അതെ അതെ, അത് ശരിയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ലാതെ ആദ്യമേ ഇല്ലാത്ത കള്ളമൊക്കെ അടിച്ചു വിട്ടിട്ട് അവസാനം അന്ന് പറഞ്ഞ ആളല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പിന്നീട് മനസ്സിലാകുന്നതിനേക്കാൾ നല്ലതല്ലേ അത് എന്ന് നിധി പറയുമ്പോൾ, അതെ അതെ, അത് കറക്റ്റാ എന്ന് നികേഷും സുധീഷിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത്, അത്രയല്ലേ ഉള്ളൂ എന്ന് ജ്യോതി അല്പ നീരസത്തോടെ സുഭാഷിനോട് ചോദിക്കുമ്പോൾ, അതെ എന്ന് സുഭാഷ് മറുപടിയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അനിയന്റെ ഭാര്യ പാചകമൊന്നും ചെയ്യാറില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ, നിധിക്ക് അങ്ങനെ പാചകമൊന്നും അറിയില്ല, പക്ഷേ പാചകം ചെയ്യാൻ എനിക്ക് തീരെ മടിയുമില്ല. അല്ല, ഇയാൾക്ക് കുക്കിംഗ് അറിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, കുറേശ്ശെ എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാട്ടോ, ഒരു കല്യാണത്തിന് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യും. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെയും ഫോണിലൂടെ പാചകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് സുഭാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് രാവിലെ അമ്പലത്തിൽ വെച്ച് നെറ്റിയിൽ കുറിയൊക്കെ ഇട്ട് ആരെയോ കാത്തു നിൽക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അമ്പലത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതുവരെ ഇറങ്ങിയില്ലേ, അവര് റെഡിയായിരിക്കുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇറങ്ങിയത്, ഒരുപാട് നേരമായല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോഴാണ് നിധിയും നികേഷും അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നത്. പ്രതീക്ഷിച്ച ആളെ കണ്ട സന്തോഷത്തിൽ അവൻ പെട്ടെന്ന് തന്റെ അഭിനയം തുടങ്ങാണ്. അവിടെ അമ്പലമുറ്റത്ത് കിടന്ന് ശയന പ്രദക്ഷിണം തുടങ്ങിയ സുധീഷ് തൊട്ടടുത്തുള്ള മതിലിൽ പോയി ഇടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷിനോട് നിധി, വാ നമുക്ക് രസീത് എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രസീത് എടുക്കാൻ പോകുന്നുണ്ട്. സുധീഷിനെ അവർ കണ്ടില്ലെന്ന് മനസ്സിലാക്കിയ സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അവർ നിൽക്കുന്നതിന്റെ കുറച്ചടുത്തേക്ക് മാറി ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ട്. സുധീഷിനെ ശ്രദ്ധിക്കാതെ അമ്പലത്തിനകത്തേക്ക് പ്രാർത്ഥിക്കാൻ കയറിപ്പോയ നിധിയെയും നികേഷിനെയും നോക്കിക്കൊണ്ട്, കണ്ടില്ലേ, എന്നാലും എന്താ അവരെന്നെ കാണാഞ്ഞത്, ഇനി ഏതായാലും ഇവിടെ തന്നെ നിൽക്കാം, പ്രാർത്ഥിച്ചു വരട്ടെ, ഇവിടുന്ന് തന്നെ പിടിക്കുന്നതാ നല്ലത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിരാശയോടെ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പിന്നീട് നിധിയും നികേഷും അമ്പലത്തിന് പുറത്തേക്ക് വരുമ്പോഴേക്കും, അമ്മേ മഹാമായയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് തന്റെ ശയന പ്രദക്ഷിണം തുടങ്ങുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ നിധിയും നികേഷും അമ്പലം പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടടുത്ത് അമ്പലത്തിലെ ജോലിക്കാരിയെ കണ്ട് അവരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ശയന പ്രദക്ഷിണം തുടങ്ങിയ സുധീഷ് ആകട്ടെ നിധി തന്നെ കണ്ടില്ല എന്ന് മനസ്സിലാക്കി കുറച്ചു മാറി അപ്പുറത്തേക്ക് നിന്ന് വീണ്ടും ശയന പ്രദക്ഷിണം തുടങ്ങാണ്. അമ്മേ മഹാമായയെ രക്ഷിക്കണേ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശയന പ്രദക്ഷിണം നടത്തുന്ന സുധീഷിനെ നികേഷ് പെട്ടെന്ന് കാണുന്നുണ്ട്. എടുത്ത് ഇതേ നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ വിളിച്ച് കാണിച്ച് നിധിയും നികേഷും സുധീഷിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. സുധീഷ് ഏട്ടാ എന്ന് നികേഷ് വിളിക്കുമ്പോഴേക്കും, നിങ്ങളോ, നിങ്ങൾ ഇതെപ്പോ വന്നു എന്ന് സുധീഷ് അവരെ ആദ്യം കാണുന്നത് പോലെ ചോദിക്കുന്നുണ്ട്. ഇതെന്തു പറ്റി എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, വഴിപാടാ എന്ന് സുധീഷും പറയാണ്. എന്ത്, ഈ കല്ലിൽ കിടന്നുരുളുന്നതോ എന്ന് നികേഷ് വീണ്ടും ചോദിക്കുമ്പോൾ, ഈ കല്ല് ദേവി എനിക്ക് പുഷ്പം പോലെ തോന്നിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവസാനിച്ചോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു എന്ന് സുധീഷ് പറയുന്നുണ്ട്. ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെയല്ലേ വന്നുള്ളൂ എന്ന് നിധി പറയുമ്പോൾ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ വഴിപാട് എന്ന് സുധീഷും പറയുന്നുണ്ട്. അയ്യോ, അത് പോരാ, ശയന പ്രദക്ഷിണം എന്ന് വെച്ചാൽ അമ്പലം മുഴുവൻ ചുറ്റി വരണം എന്ന് നിധി പറയുമ്പോൾ, യു മീൻ ഫുൾ റൗണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ, യെസ് എന്ന് നിധിയും പറയുന്നുണ്ട്. ശയന പ്രദക്ഷിണം എന്ന് വെച്ചാൽ പ്രദക്ഷിണ വഴി മുഴുവൻ എന്ന് നിധി പറയുമ്പോൾ അവിടുത്തെ ജോലിക്കാരിയും, അതേ മോനെ, ആ കുട്ടി പറയുന്നത് കേൾക്ക്, ആരെ പറ്റിച്ചാലും ദേവിയെ പറ്റിക്കാൻ നോക്കല്ലേ എന്നവർ പറയുമ്പോൾ, നിധിയും വഴിപാടല്ലേ, മുഴുവൻ ചെയ്യണം എന്ന് പറഞ്ഞ് കിടന്നോളൂ, നികേഷ് ഉരുട്ടിത്തരും എന്ന് പറയുന്നുണ്ട്. വേണോ നിധി എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ, വേണം, വഴിപാടായാൽ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് സുധീഷിനെ നിർബന്ധിക്കുന്നുണ്ട്. സുധീഷ് മനസ്സോടെ അവിടെ കിടന്ന് പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നികേഷും അവനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് അവൻ വീണ്ടും എഴുന്നേക്കാൻ നോക്കുമ്പോൾ നിധി സമ്മതിക്കാതെ ഉരുളാൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് അവൻ ക്ഷീണിച്ച് ഒരിടത്ത് ഇരിക്കുകയാണ്. അല്ല, എന്തിനായിരുന്നു വഴിപാട് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, എല്ലാം നിന്റെ ഏട്ടത്തിക്ക് വേണ്ടിയായിരുന്നടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്കോ,
എന്ന് നിധി ചോദിക്കുമ്പോൾ ഇയാൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല. അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു ഈ വഴിപാട് എന്ന് സുധീഷ് പറയുമ്പോൾ എൻ്റെ ഭഗവതി എന്ന് നികേഷും അവനെ ഒന്ന് ആക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്താടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതൊരു വല്ലാത്ത ഉരുളായിപ്പോയി എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ സത്യമാടാ എന്ന് സുധീഷ് പറയുമ്പോൾ നടയിലിരുന്ന് വെറുതെ കള്ളസത്യമൊന്നും പറയണ്ട, ഇതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് നിധി പറയുമ്പോൾ സത്യമായിട്ടും അത് തന്നെയായിരുന്നു നിധി വഴിപാട് എന്ന് സുധീഷും പറയുന്നുണ്ട്. സത്യം ഞാൻ പറയാം, ഇത്തിരി ഉരുളുന്ന പോലെ കാണിച്ച് ഏട്ടത്തിക്ക് വേണ്ടി വഴിപാട് നടത്തി എന്നറിയിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഒത്തില്ല, കുടുങ്ങിപ്പോയി അല്ലേ എന്ന് നികേഷ് പറയുമ്പോൾ ഒന്ന് പോടാ അവിടുന്ന് എന്ന് സുധീഷും പറയുന്നുണ്ട്. ശരീരം മൊത്തം നീറിയിരിക്കുമ്പോഴാ അവന്റെ ഒരു പരിഹാസം. കാലാണെങ്കിൽ വേദനിച്ചിട്ടും വയ്യ എന്ന് സുധീഷ് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് നോക്കുമ്പോഴേക്കും അവന്റെ കാൽമുട്ടിൽ ചെറിയൊരു മുറിവ് കാണുന്നുണ്ട്. ഇവിടെ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സുധീഷ് തോൾഭാഗം കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്നെ ഉരുട്ടിയത് എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ വഴിപാട് പാതി വഴി വെച്ച് നിർത്താൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് വാ നമുക്ക് തൊഴുതിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നിധി നടക്കുന്നുണ്ട്. നികേഷ് സുധീഷിനോടായി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വാ, എനിക്കിനി നടക്കാനൊന്നും വയ്യ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ശരി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിധിയുടെ കൂടെ നികേഷും പോകുന്നുണ്ട്. അവിടെ അമ്പലമുറ്റത്ത് പ്രാർത്ഥിക്കുന്നതിനിടയിൽ അല്ല ഏടത്തി ഇനിയിപ്പോൾ ശരിക്കും വഴിപാട് നേർന്നതാണോ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് നിധിയും ഒരു ചെറു പുഞ്ചിരിയോടെ സുധീഷിനെ നോക്കിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥന തുടരുന്നുണ്ട്. പിന്നീട് പണി സൈറ്റിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷിന് ഒരു കോൾ വരുന്നുണ്ട്. ഭയ്യ ആ ഫോണൊന്ന് എടുത്ത് നോക്കിയേ എന്ന് പറയുമ്പോൾ ഇതൊരു നമ്പറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയ്യ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞ് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും 7473 എന്നയാൾ പറയുന്നുണ്ട്. ആ നമ്പർ ഓർമ്മയുണ്ടല്ലോ, ജ്യോതിയായിരിക്കും ഫോണിങ് തന്നേ എന്ന് സുഭാഷ് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും കോൾ കട്ടാവുന്നുണ്ട്. എങ്കിൽ പിന്നെ ഫോൺ അവിടെ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും പണി തുടരുമ്പോഴേക്കും വീണ്ടും കോൾ വരുന്നുണ്ട്. സുഭാഷ് അവിടുന്ന് ഇറങ്ങി വന്ന് കൈ കഴുകി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ഞാൻ ജ്യോതിയാ എന്ന് ജ്യോതി പറയുമ്പോൾ ആ മനസ്സിലായി, സുഖം തന്നെയല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്കോ എന്നവൾ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്തു പറ്റി, ബിസി ആയിരുന്നോ എന്നവൾ ചോദിക്കുമ്പോൾ ഞാനേ പണിയിലായിരുന്നു, എടുക്കുമ്പോഴേക്കും കട്ടായിപ്പോയി എന്ന് സുഭാഷും പറയുന്നുണ്ട്. കട്ടായാൽ വീണ്ടും വിളിക്കാലോ എന്നവൾ പറയുമ്പോൾ അപ്പോഴേക്കും താൻ ഇങ്ങോട്ട് വിളിച്ചില്ലേ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇന്ന് പോയില്ല, ഇന്ന് ഓഫ് ഡേയാ, സൺഡേ ലീവായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് ഓഫ്. കഴിച്ചോ എന്നവൾ ചോദിക്കുമ്പോൾ ഇല്ലില്ല, പണി മാറ്റാറായില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്ന് വച്ചാൽ എന്നവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ പണി നിർത്തി ഭക്ഷണം കഴിക്കാറായില്ല എന്നാ പറഞ്ഞത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. എത്ര മണി വരെയാ പണി എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ 5:30 വരെയാ, പക്ഷേ ഇപ്പോൾ ഓവർ ടൈം ഉണ്ട് 7:30 വരെ എന്ന് സുഭാഷ് പറയുമ്പോൾ അതെന്താ എന്ന് ജ്യോതിയും ചോദിക്കുന്നുണ്ട്. അത് ഈ പണി പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതാ, അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഓഹോ വേറെന്തുണ്ട് എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ് വരും, 2 നിലയാ എന്ന് സുഭാഷ് പറയുമ്പോൾ ഓ അതെയോ വേറെ എന്ന് ജ്യോതിയും ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ടെങ്കിൽ എഞ്ചിനീയർ അങ്ങനെ വരാറില്ല, പണിയുടെ കാര്യത്തിൽ തട്ടിപ്പ് കാണിക്കാൻ പാടില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ അതെ വേറെന്തുണ്ട് എന്ന് ജ്യോതിയും ചോദിക്കുകയാണ്. അല്ല നിങ്ങളുടെ വീട് കെട്ടിയിട്ട് എത്ര കാലമായി എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അറിയില്ല, അതൊക്കെ അച്ഛനോട് ചോദിക്കണം എന്ന് ജ്യോതിയും അല്പം മടുപ്പോടെ പറയുന്നുണ്ട്. വേറെന്താ എന്നവൾ ചോദിക്കുമ്പോൾ ഉറപ്പ് നോക്കുകയാണെങ്കിൽ പഴയ വീടുകളുടെ ഉറപ്പൊന്നും ഇപ്പോഴത്തെ വീടുകൾക്കില്ല, ഇപ്പോഴത്തെ സാധനങ്ങൾക്കൊക്കെ ക്വാളിറ്റി കുറവല്ലേ, എല്ലാം ബിസിനസ്സായില്ലേ. അങ്ങനെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ സുഭാഷ് പറയുന്നത് കേട്ട് ജ്യോതിക്ക് അല്പം മടുപ്പ് തോന്നുന്നുണ്ട്. അവൾ പെട്ടെന്ന് അമ്മ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് പോവുകയാണ്. പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങാൻ ഒരുങ്ങുന്ന നിധിയും നികേഷും അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സുനന്ദയെ കാണുന്നുണ്ട്. സുനന്ദയും പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നിധിയെയും നികേഷിനെയും കണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നാഗദൈവത്തിന് മുന്നിൽ 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യം നടക്കുമെന്നാ പറയുന്നേ. ഇനി ഞാൻ അതും കൂടി ഒന്ന് ചെയ്തു നോക്കട്ടെ, അല്ലാതെ ഞാൻ ഇനി എന്താ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോടെ സുനന്ദ അവരുടെ അടുത്ത് നിന്നും നടന്നു പോകുന്നുണ്ട്. നിധിയും നികേഷും അവളെ ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ നിധി സുനന്ദയെ പറ്റി സുധീഷിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയ സുഭാഷ് ഏട്ടനും പാവല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുനന്ദയ്ക്ക് ആ കല്യാണത്തിൽ താല്പര്യമില്ല, സുഭാഷ് ഏട്ടനും നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്ര അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നത്. ഞാൻ പലതവണ പറഞ്ഞതാ ശരിക്കും കെട്ടേണ്ടത് അവർ രണ്ടുപേരും അല്ലേ എന്ന് നിധി പറയുമ്പോൾ അതിനൊരു സാധ്യതയില്ലെന്ന് നമ്മൾക്ക് മനസ്സിലായതല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ കല്യാണം നടത്താൻ പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്
എന്ന് നിധി ടെൻഷനോട് ചോദിക്കുമ്പോൾ, നിധി, ലോകത്തിലെ വേറെ എന്ത് കാര്യം നീ പറഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇതെന്തായാലും നടക്കില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, ഇയാൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണം നടക്കുന്നതിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഇയാളല്ലേ? അപ്പോൾ സ്വന്തം ചേട്ടന് വേണ്ടി ഇയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടെ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതിന് ഇയാൾക്ക് കങ്കാരുവിനെ ഇഷ്ടമുണ്ടായില്ലല്ലോ. അത് ഇയാൾ വാ തുറന്നു പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ധൈര്യവും കാണിച്ചു എന്ന് നിധിയോട് പറഞ്ഞുകൊണ്ട്, പിന്നെ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് പോരാന്ന് ഞാനും അങ്ങ് കരുതി എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ അത്ര ധൈര്യമൊന്നും ആ കുട്ടിക്കില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി നടന്നു നീങ്ങുന്നത് കണ്ട് നിധിയുടെ പുറകെ ഓടിച്ചെന്ന്, സത്യമായിട്ടും നിധിക്ക് വേണ്ടിയാണ് ഞാൻ ശയന പ്രദക്ഷിണം ചെയ്തത് എന്ന് പറയുമ്പോൾ സംശയത്തോടെ അവനെ നിധി നോക്കുന്നത് കണ്ട്, സത്യമായിട്ടും എന്നവൻ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് മരുന്ന് ഞാൻ വാങ്ങിത്തരാം, നടക്ക് എന്നും പറഞ്ഞ് നിധി അവനെയും കൂട്ടി പോവുകയാണ്. പിന്നീട് സുഭാഷും കൂട്ടരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജ്യോതി വീണ്ടും വിളിക്കുന്നുണ്ട്. സെയിം നമ്പർ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയ്യ ഫോൺ ഇടുമ്പോൾ സുഭാഷ് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ എന്നവൻ പറയുമ്പോഴേക്കും, ഹലോ, ഇപ്പോഴെന്താ ചെയ്യുന്നേ? ലഞ്ച് ബ്രേക്ക് ആയിരിക്കും എന്ന് കരുതിയാ ഞാൻ വിളിച്ചേ എന്ന് ജ്യോതി പറയുമ്പോഴേക്കും, അതെ, ഭക്ഷണം കഴിക്കുക. ഇയാൾ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല, കഴിക്കണം എന്ന് ജ്യോതി പറയുമ്പോൾ, ഇന്നെന്താ വൈകിയേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അമ്മ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ എന്നവൾ പറയുമ്പോൾ, ഇന്നെന്താ കറി എന്നവൻ ചോദിക്കുന്നുണ്ട്. അറിയില്ല, അവിടെ ചെന്ന് നോക്കണം എന്ന് ജ്യോതി പറയുമ്പോൾ, ഞാനേ രാവിലെ സാമ്പാറും കായും പയറും മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയേ. പക്ഷേ കായ കുറച്ച് പഴുത്തതാ, അതുകൊണ്ട് അതിൻ്റെ ഒരു മധുരം. പിന്നെ സാമ്പാറിന് വെണ്ടയ്ക്ക വറുത്തതും അല്പം കൂടിപ്പോയി. മീഡിയം വറവേ പാടുള്ളൂ, എന്നാലേ ആ വഴുവഴുപ്പ് പോവുകയുള്ളൂ. അല്ല, ഇയാളുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ ആരാ വാങ്ങുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അറിയില്ല, എന്നാ ഞാൻ വെക്കട്ടെ എന്ന് ജ്യോതി അല്പം നീരസത്തോടെ പറയുമ്പോഴേക്കും, ശരി എന്നാ, അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ചെയ്തുകൂടാന്നാ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വീട്ടിൽ അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നിധി നികേഷിന് കറി കൊടുക്കുമ്പോഴേക്കും, എനിക്ക് വേണ്ട ഏട്ടത്തി, ഒരു സ്വാദുമില്ല, സുഭാഷ് ഏട്ടന് ഇതെന്ത് പറ്റി എന്ന് പറയുന്നത് മനസ്സിവിടുന്നല്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കേട്ട് നിധിയും ഭക്ഷണം കഴിച്ചു നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നവൾ പറയുമ്പോഴേക്കും, ശരിയല്ലേ ഏട്ടാ എന്ന് നികേഷ് ഹരീഷിനെ നോക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലതാ എന്നവൻ പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ ഒരു കവറും തൂക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കഴിക്കാനിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി വരുമ്പോൾ, ഭക്ഷണം വിളമ്പട്ടെ എന്നവൾ ചോദിക്കുന്നുണ്ട്. എന്തിന്? ആർക്ക് വേണം സാമ്പാറും കൂട്ടിച്ചോറ്? ഞാൻ ബിരിയാണി കഴിച്ചു എന്നയാൾ പറഞ്ഞുകൊണ്ട് ആ കിണ്ണെടുത്തേ എന്ന് നികേഷിനോട് പറയുന്നുണ്ട്. അതിലേക്ക് താൻ കൊണ്ടുവന്ന ചിക്കൻ പൊരിച്ചത് ഇടുന്നത് കണ്ട് ഹരീഷ്, ഇതും കൂടെ ബിരിയാണിയുടെ കൂടെ ഹോട്ടലിൽ നിന്ന് ഇരുന്ന് കഴിക്കായിരുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെയൊക്കെ മുഖത്ത് നോക്കി കഴിച്ചു കൊതിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട്, കഴിച്ചോ മോളെ, ചോറിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചത് സൂപ്പറാ എന്നയാൾ പറയുന്നത് കേട്ട് അവൾ അത് വാങ്ങിക്കുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് അതിലേക്ക് നോക്കുന്നത് കണ്ട്, മോളെ, ഇത് നിനക്ക് മാത്രം കഴിക്കാൻ വാങ്ങിയതാ, പിന്നെ ഈ കുരുത്തങ്കെട്ടവന്മാർക്ക് ഒരാൾക്ക് പോലും കൊടുക്കരുത് എന്നയാൾ പറയുന്നത് കേട്ട്, അതിന് ആർക്ക് വേണം എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നവൻ പറയുന്നത് കേട്ട്, കഴിച്ചോ മോളെ, മോള് കഴിച്ചോ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഉമ്മറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. എൻ്റെ അമ്മോ, എന്തൊരു സ്നേഹം നിറഞ്ഞൊഴുകുക എന്ന് നികേഷ് പറയുമ്പോൾ, കഴിച്ചോ എന്ന് പറഞ്ഞ് ചിക്കൻ പൊരിച്ചത് ഹരീഷിന് നീട്ടുമ്പോൾ, എനിക്ക് വേണ്ട എന്നവൻ പറയുന്നുണ്ട്. ഇങ്ങോട്ട് താൻ, ഞാൻ കഴിക്കാം എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ഇപ്പോഴല്ലേ ആർക്ക് വേണം എന്ന് പറഞ്ഞത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടെന്താ, കഴിച്ചുകൂടാ എന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ്, ആദ്യം അച്ഛൻ ആർക്കാണോ കൊണ്ടുവന്നത് അയാൾക്ക് എന്ന് പറഞ്ഞ് നിധിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട്. അത് കഴിഞ്ഞ് തൻ്റെ പ്ലേറ്റിലേക്കും വിളമ്പി അതിനുശേഷം ബാക്കിയുള്ളത് നികേഷിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതും കൂടി എടുക്കായിരുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ദാ ഇതിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞ് നിധി തൻ്റെ പങ്കിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ ഉമ്മറത്തെ കട്ടിൽ ഒരു പാട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല എന്ന് നിധി ടെൻഷനോടെ പറയുന്നത് കേട്ട്, എന്ത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അല്ല, അച്ഛനമ്മയെ എന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് നിധി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും